നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്കും യുവാക്കൾക്കും ഇതര സമുദായ അംഗങ്ങൾക്കും പ്രാതിനിധ്യമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പരിചയസമ്പന്നരും പുതുമുഖങ്ങളും സ്ഥാനാർത്ഥികളാകും. ലക്ഷ്യം വിജയ സാധ്യത മാത്രമെന്നും ടേം വ്യവസ്ഥ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും PMA സലാം വ്യക്തമാക്കി. മുസ്ലിം ലീഗ് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർത്താറ്. അതിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉണ്ടാവും, യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവും, ഇതര സമുദായ അംഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവും. ജനറൽ സീറ്റിൽ പോലും ഞങ്ങൾ ഇതര സമുദായക്കാരെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ അതിൽ പരിചയസമ്പന്നരും വേണം, പുതുമുഖങ്ങൾക്ക് അവസരവും വേണം. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചാണ് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും സ്ഥാനാർത്ഥികളെ നിർത്താറ്. ടേം വ്യവസ്ഥ വയ്ക്കാൻ മുസ്ലിം ലീഗിന് പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് വേണോ അല്ലെങ്കിൽ വിജയസാധ്യത പരിഗണിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി കൂടിയിട്ട് തീരുമാനിക്കും. ഓക്കെ, ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി നമുക്ക് ചേർന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ശാന്തകുമാർ, ഈ PMA സലാമിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരൊറ്റ കാര്യം, അങ്ങനെ അടിമുടി മാറാൻ മുസ്ലിം ലീഗ് അങ്ങ് തീരുമാനിച്ചു. സേതു, ഹാപ്പി ന്യൂ ഇയർ. അത് തന്നെയാണ് മുസ്ലിം ലീഗിന് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നമുക്ക് അറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, വലിയ നേട്ടം, അതിൻ്റെ ആധിപത്യം ഒക്കെ ഉണ്ടാക്കിയ ഒന്ന് കഴിഞ്ഞതാണ് ഒരു തെരഞ്ഞെടുപ്പ്. അതിനുശേഷമാണ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമ്പോൾ ആ ആത്മവിശ്വാസം തന്നെയാണ് അവരെ എല്ലാ ഘട്ടത്തിലും അവർക്ക് വലിയ നേട്ടമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലും അവർ ഉള്ളത്. അതാണ് ഇപ്പോൾ PMA സലാമിൻ്റെ വാക്കുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗ് 2026 വലിയ പ്രതീക്ഷയിലാണ്. അതായത് ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനും തന്നെ UDF-നും കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള കാരണങ്ങൾ ഓരോന്നായി അദ്ദേഹം വിവരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിശ്വാസമാണ് ജനങ്ങൾ UDF-ൽ തന്നിട്ടുള്ളത്. അത് തന്നെയാണ് മലപ്പുറവും മലബാറിലുമെല്ലാം മുസ്ലിം ലീഗിന് വലിയ മുന്നേറ്റമുണ്ടായി. ഒപ്പം തന്നെ മലബാറിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലും മുസ്ലിം ലീഗിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവുമുള്ളത്. മുസ്ലിം ലീഗിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല, അല്ലെങ്കിൽ ഒരു പ്രയാസവുമില്ല. വിജയിക്കാൻ സാധ്യതയുള്ളവർ എല്ലാവരും സ്ഥാനാർത്ഥികളാവുക തന്നെ ചെയ്യും. അതിനുള്ള മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിനുണ്ട്. ആ മണ്ഡലങ്ങളിൽ പരിചയസമ്പന്നരും പുതുമുഖങ്ങളും ഒപ്പം തന്നെ വനിതകളും യുവാക്കളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്ന് ഉറപ്പിച്ചു പറയുന്നു. നേരത്തെ സേതു സൂചിപ്പിച്ച പോലെ തന്നെയാണ് ആ വലിയ അടിമുടി മാറ്റത്തിന് വേണ്ടി തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് പ്രാവർത്തികമാക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും ശ്രമം. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ അടുത്ത ഒരു ഭരണം UDF-ന്റെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തന രീതിയായിരിക്കും. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മണ്ഡലം വെച്ചു മാറുന്നതിലോ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങൾക്ക് മുസ്ലിം ലീഗിന് മുതിരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തത് UDF-ന്റെ ഭരണം ഉണ്ടാവുക, സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഘടകകക്ഷികളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള തർക്കത്തിലേക്കും പോകാൻ മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിൽ ഒരു കെട്ടുറപ്പോടുകൂടിയുള്ള UDF മുന്നോട്ട് പോകുമ്പോൾ അത് മുസ്ലിം ലീഗ് പ്രധാന പാർട്ടി, രണ്ടാമത്തെ പ്രധാന കക്ഷി എന്നുള്ള രീതിയിൽ അവരുടെ എല്ലാ പ്രവർത്തന പരിചയവും എല്ലാ മികവും പുലർത്തുന്ന ഒരു നേട്ടത്തിലേക്ക്, ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. സേതു. ഓക്കെ ശാന്തകുമാർ, ശരി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് അങ്ങനെ അടിമുടി മാറാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. PMA സലാമിന്റെ വാക്കുകളെ നമ്മൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, യുവാക്കൾക്കൊക്കെ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കും, വനിതകൾ കൂടുതലായി മത്സരിക്കാൻ എത്തും.